ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നു. ദില്ലി മദ്യനയ അഴിമതിയുമൊന്നുമല്ല അടിസ്ഥാന വിഷയം. അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി മതേതര പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയിരിക്കുന്നു. മതേതര പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നതിനെ നരേന്ദ്രമോദിക്ക് ഭയമാണ്. ആ ഭയത്തിന്റെ തുടർച്ചയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തു. ഒന്നുകിൽ BJPയിൽ ചേരാം, അല്ലെങ്കിൽ BJPയുടെ ആജ്ഞ അനുസരിച്ചുള്ള രാഷ്ട്രീയ നിലപാട് കൈക്കൊള്ളണം. BJP ഭീഷണിപ്പെടുത്തി പാർട്ടിയിൽ ചേർത്ത ഒരു കോൺഗ്രസ് നേതാവുണ്ട്, അശോക് ചവാൻ, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ്. അശോക് ചവാൻ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. പാർട്ടി മാറാനുള്ള കാരണം കരഞ്ഞുകൊണ്ടാണ് അശോക് ചവാൻ വിശദീകരിച്ചത്. ഒന്നുകിൽ BJPയിൽ പോകാം, അല്ലെങ്കിൽ ജയിലിൽ പോകണം. ജയിലിൽ പോകാൻ വയ്യാത്തതിനാൽ ഞാൻ BJPയിലേക്ക് പോകുന്നു. BJPയുമായി ധാരണയുണ്ടാക്കി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട്. ഒറീസ മുഖ്യമന്ത്രി നവീൻ പട്നായിക്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അവരെയൊന്നും ഇഡിയോ CBIയോ ആദായ നികുതി വകുപ്പോ തൊടില്ല. BJPയെ ശക്തമായി എതിർത്ത മുഖ്യമന്ത്രിയായിരുന്നു ഹേമന്ത് സോറൻ. ഹേമന്ത് സോറൻ ഇപ്പോൾ ജയിലിലാണ്. പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ദില്ലി മദ്യനയ അഴിമതി കേസിലാണ്. ദില്ലി സർക്കാർ നടപടിക്രമങ്ങൾ പാലിക്കാതെ മദ്യനയം നടപ്പിലാക്കി എന്നതാണ് കേസ്. പുതിയ നയത്തിലൂടെ 550 കോടിയുടെ നഷ്ടമുണ്ടായത്രേ. നയം നടപ്പിലാക്കുന്നതിനായി മദ്യവ്യാപാരികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത്രേ. എന്നാൽ ഇതിനൊന്നും തെളിവില്ല. കേസിലെ പ്രതിയായ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ 1 വർഷത്തോളമായി ജയിലിലാണ്. മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിനെയും ജയിലിലടച്ചു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഫലിക്കുന്ന മോഡി ഗവൺമെന്റിന്റെ നഗ്നമായ സ്വേച്ഛാധിപത്യ ഭീകരണ പ്രവർത്തന ശൈലിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയാണ്. മോഡി ഭരണത്തിന്റെ പോക്കിനെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ് പൊതുവിൽ വിശേഷിപ്പിച്ച് പോന്നിരുന്നത്. മോഡിയുടെ ഗവൺമെന്റ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. എത്ര വലിയ അഴിമതിക്കാരെയും BJPയുടെ ഈ വാഷിംഗ് മെഷീനിലേക്ക്, നരേന്ദ്രമോദിയുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടാൽ അഴുക്കെല്ലാം അവർ മാറ്റിയിട്ട് കളഞ്ഞ് പുറത്തു കൊണ്ടുവരും. EDയെ ഉപയോഗപ്പെടുത്തി, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെയും ജനാധിപത്യ ശക്തികളെയും അടിച്ചമർത്തുന്നതിന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നത്. നമ്മുടെ കഴിഞ്ഞ 8-ാം തീയതി നടന്ന സമരത്തിൽ ആവേശോജ്വലമായ രീതിയിൽ പങ്കുവഹിച്ച ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ. ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി IT മന്ത്രിയും ഫറൂഖ് അബ്ദുള്ളയും ഉൾപ്പെടെ എല്ലാം പങ്കെടുത്ത സമര പരിപാടിക്ക് ആദ്യാവസാനമുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖനായ നേതാവ് കെജ്രിവാളായിരുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ അഴിമതിയുടെ പേരും പറഞ്ഞ് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നത്. കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന
കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ട് ഇതിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ തീവ്രതയുടെ പ്രതിഫലനമാണ് ദില്ലിയിൽ കാണുന്നത്. മോദിക്ക് ലക്ഷ്യങ്ങൾ പലതാണ്. ഇലക്ടർ ബോണ്ടുകളിലൂടെ പുറത്തുവന്നത് BJP നടത്തിയ കോടികളുടെ അഴിമതിയാണ്. ഹിന്ദുത്വം ആളിക്കത്തിച്ച് എളുപ്പം തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന മോദിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അയോധ്യയിലെ രാമക്ഷേത്രമല്ല, ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ്. ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിച്ചുവിടണം. ഇതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടെയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ദില്ലി, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് നിർണായക സ്വാധീനമുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടി മറ്റു മതേതര പാർട്ടികളുമായി സഖ്യത്തിലാണ്. ആപ്പ് തനിച്ച് മത്സരിക്കുമെന്നും അങ്ങനെ മതേതര വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും മോദി കണക്കുകൂട്ടി. ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. അഴിമതി മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വരികയാണ്.